അടിസ്ഥാന സൗകര്യങ്ങളില്ല. മാതമംഗലം ബസ് സ്റ്റാൻഡ് ആർക്കും വേണ്ട. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. മാതമംഗലം ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച് 10 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ബസ്സുകൾ നിർത്തുന്നത് വഴിയരികിൽ തന്നെ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഉപയോഗശൂന്യമാകാൻ കാരണമെന്ന് ആക്ഷേപം. മാതമംഗലം ടൗണിൽ ഏവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന വിധമാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ടും പണി പൂർത്തിയായ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറാനും ഇറങ്ങാനും തയ്യാറാകുന്നില്ല. ബസ് സ്റ്റാൻഡിലെ കടമുറികളിലൊന്നും കച്ചവടത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ബസ് ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഇവിടെ സാധിക്കുന്നുമില്ല. അതാണ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കാരണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് സെക്രട്ടറി ഹരിത രമേശൻ പറഞ്ഞു. മാതമംഗലം ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം കഴിച്ചിട്ട് ഏകദേശം 10 വർഷത്തോളം ആവാനായി. അത് ഒരു സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് കൊടുക്കുകയും ആ രീതിയിലാണ് അവിടെ ബസ് സ്റ്റാൻഡ് വന്നത്. പക്ഷേ ആ ബസ് സ്റ്റാൻഡിലെ സൗകര്യങ്ങൾ, ഒരു കച്ചവടം ചെയ്യാനുള്ള സൗകര്യം, അവിടെ വെള്ളത്തിൻ്റെ സൗകര്യവും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും കച്ചവടക്കാർക്ക് ചെയ്യുന്നില്ല. അതാണ് കച്ചവടം മേഖല അവിടെ മുന്നോട്ട് പോകാതിരിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ടാണ് ഉള്ളത്. എന്നുവെച്ചാൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെയായി അവിടെ ഇപ്പോൾ ആകെ ഉള്ളത് മാവേലി സ്റ്റോറും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസുകളുണ്ട്. അതിന് തക്കതായ പ്രതിവിധി എന്ന് പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഇപ്പം ബസ് അവിടെ കയറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായ സമയം കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സുകാർ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ചായ പിടിക്കാനില്ല, ഒരു ഹോട്ടൽ അതിൻ്റെ ഉള്ളിലില്ല. അതുപോലെ പ്രാഥമിക സൗകര്യം ചെയ്യണമെങ്കിൽ അതില്ല. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ താഴെയിലെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളംകുടിയും മറവിടയിലും ശരിക്കുള്ള ഒരു താവളമായിട്ട് മാറിയിട്ടുള്ളത് അധികൃതർ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്തിട്ട് അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതാനും ചില സ്ഥാപനങ്ങൾ മാത്രമാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ആൾത്തിരക്കൊഴിഞ്ഞ പ്രദേശമായതിനാൽ ഇവിടം കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ജനങ്ങൾക്കും ബസ് ജീവനക്കാർക്കും ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കണമെന്നാണ് ജനങ്ങളുടെയും ബസ് ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, മാതമംഗലം. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.